ഇത് എന്ന് പറഞ്ഞാൽ 1900 വാട്ട്സ് ആണ്. ഹെവി ഇൻഡക്ഷൻ മോട്ടറാണ്. കാർ വാഷിംഗ് സെൻറ്റർ ഉപയോഗിക്കുന്നുണ്ട്, പെയിൻറ്റിങ് കോൺട്രാക്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ പോൾട്രി ഫാം പോലത്തെ പല ടൈപ്പ് ഫാമുകളുണ്ട്. പശുക്കളെ കുളിപ്പിക്കാൻ വരെ ഈ മെഷീൻ ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട്. ജർമ്മൻ ബ്രാൻഡായിട്ടുള്ള ഹ്യൂഗറിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ കാർ വാഷാണിത്. ഇതിനകത്ത് ഒരുപാട് അക്സസറീസ് വരുന്നുണ്ട്. ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു എക്സ്പേർട്ടിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ കൂടെ ഇന്നൊരു എക്സ്പേർട്ട് ഉണ്ട് നമുക്കിതിൻ്റെ മുഴുവൻ കാര്യങ്ങളും ലൈവായിട്ട് കണ്ട് മനസ്സിലാക്കാം. സാർ സാധാരണ കാണുന്നതിനെക്കാട്ടിലും കൂടുതൽ ഒരുപാട് അക്സസറീസ് ഇതിനകത്ത് കാണുന്നുണ്ട്. സാർ ഒന്ന് ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. തീർച്ചയായിട്ടും. ഇതിനകത്ത് 9 അക്സസറീസാണ് മൊത്തം ഉള്ളത്. ഇതിൽ ഫ്ലവർ നോസിലാണത്. 3 ടൈപ്പ് ഫ്ലവർ നോസിലുണ്ട്. 0 ഡിഗ്രി ഉണ്ട്, 25 ഡിഗ്രി ഉണ്ട്, 45 ഡിഗ്രി ഉണ്ട്. പിന്നെ വരുന്നത് ഒരു സ്റ്റോപ്പർ ക്യുക്ക് കണക്ടറാണ്. ഫിൽറ്ററിലേക്ക് കണക്ട് ചെയ്താൽ മാത്രമേ ഇതിലേക്ക് വെള്ളം ഉള്ളിലേക്ക് പോകുള്ളൂ. ഇത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം ഓട്ടോമാറ്റിക് സ്റ്റോപ്പ് ആവും. പിന്നെ ഒരു വാട്ടർ ഫിൽറ്റർ ഉണ്ട്. പിന്നെ 8 മീറ്റർ പ്രഷർ ഹോസ് ഉണ്ട്. പിന്നെ ഒരു ആംഗിൾഡ് റോട്ടർ നോസിലുണ്ട്. ഇത് 160 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. പിന്നെ വരുന്നത് മെറ്റൽ ഗണ്ണാണ്. മെറ്റൽ ഗണ്ണ് എന്ന് പറഞ്ഞാൽ ഈ ഗണ്ണിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ ഗണ്ണ് നിങ്ങൾക്ക് 160 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനിവിടെ ലോക്ക് തുറന്നു കഴിഞ്ഞാൽ 60 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും എങ്ങനെ വേണമെങ്കിലും. പിന്നെ വരുന്നത് ഒരു എക്സ്റ്റൻഷൻ ലാൻസാണ്. ഓക്കെ, ഈ എക്സ്റ്റൻഷൻ ലാൻസിലാണ് ഈ ഫ്ലവർ നോസിൽ ഫിറ്റ് ചെയ്യേണ്ടത്. അതാണ് ഇതിൻ്റെ ഈസി കണക്റ്റാണ്. ഓക്കെ, പിന്നെ ഒരു സ്നോ ഫോം ബോട്ടിൽ വരും. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഫോമിൻ്റെ പിന്നെ ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ ഡയറക്ഷൻ സൈസും അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ മെഷീനാണുള്ളത്. സാധാരണ കാർ വാഷും ഈ കാർ വാഷും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇതിനകത്ത് വ്യത്യാസമുണ്ട്. സാധാരണ കാർ വാഷർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വരുന്നത് അലൂമിനിയമോ അല്ലെങ്കിൽ ബ്രാസിൻ്റെയോ പമ്പെട്ടാണ് വരുന്നത്. ഇത് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽ ഗണ്ണ് കൊണ്ടുള്ള പമ്പെട്ടാണ് ഉണ്ടാകുന്നത്. ഇത് ചൂടാവില്ല, പെട്ടെന്ന് തുരുമ്പിപ്പോയില്ല എന്നുള്ളതാണ് ഈ ഗണ്ണിൻ്റെ പ്രത്യേകത. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ 1900 വാട്ട്സാണ്. ഹെവി ഇൻഡക്ഷൻ മോട്ടറാണ്. അതായത് തെർമൽ കട്ട് ഓഫ് ഉള്ള ഇൻഡക്ഷൻ മോട്ടറാണ്. സാധാരണഗതിയിൽ എല്ലാ മോട്ടറിനും അങ്ങനെ വരുന്നുണ്ടെങ്കിലും ഇതിനും അങ്ങനെ തന്നെയാണ്. തെർമൽ കട്ട് ഓഫ് ഉള്ളതാണ്. ഓവർലോഡ് ആവുകയാണെങ്കിൽ മെഷീൻ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവും. ഓക്കെ, അതേപോലെ ഈ മെഷീന് സാധാരണഗതിയിൽ നിങ്ങൾ ഇതിന് ഓയിൽ ടോപ്പ് അപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സർവീസ് സെൻറ്ററിലേക്ക് കൊണ്ടുപോകണം. അതിന് പകരം നിങ്ങൾക്ക് തന്നെ ഈ ബട്ടൺ റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ ഓയിൽ ടോപ്പ് അപ്പ് ഈ മെഷീനിലേക്ക് ചെയ്യാം. കമ്പനി അവകാശപ്പെടുന്നത് ഇത് 2 മണിക്കൂർ തുടർച്ചയായിട്ട് അടിച്ചാലും മെഷീൻ ഹീറ്റാവില്ല എന്നുള്ളതാണ്. ഇതിന് എത്ര ബാർ പ്രഷർ ഉണ്ട്? ഇതിന് 140 ബാറാണ്. 1900 വാട്ട്സ് 140 ബാർ പ്രഷർ ഉണ്ട് എന്നുള്ളതാണ് കമ്പനി പറയുന്നത്. വാറണ്ടി 1 ഇയർ. ഇത് വാട്ടറിൻ്റെ ഇൻലെറ്റ് ഫിൽറ്ററാണ്. ഓക്കെ, ഇതാണ് മെഷീനിലേക്ക് വെള്ളം കൊടുക്കുന്ന ഭാഗം ഇൻലെറ്റ്. ഇത് ഔട്ട്ലെറ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പായലോ മറ്റുള്ള എന്തെങ്കിലും നിങ്ങളെ ഹോസിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന പൊടിയോ മറ്റെന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഫിൽറ്റർ ചെയ്യും. അപ്പോൾ മെഷീനിലേക്ക് ഇൻ കേസ് മെഷീൻ പ്രഷർ ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫിൽറ്റർ ചെക്ക് ചെയ്യുക. ഫിൽറ്ററിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പായലോ മറ്റൊന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യുക. അതേപോലെ വെച്ച് കൊടുക്കുക. ഈ ഭാഗം ഇൻലെറ്റ് അല്ലേ? ഇതാണ് ഇൻലെറ്റ്. ഇത് ഇവിടെ ത്രെഡ് ചെയ്യാം. ഇത് ത്രെഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റോങ് ത്രെഡ് ആവാൻ പാടില്ല. ഇതാണ് നമ്മളെ പ്രഷർ ഹോസ്. ഇത് 8 മീറ്റർ ലെങ്ത് ഉണ്ടാവും. ഇത് ഹൈ ക്വാളിറ്റി സാധനമാണ്, നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ. ഓക്കെ, ഇതാണ് നമ്മൾ മെഷീൻ്റെ പിന്നെ ഗണ്ണിലേക്ക് കൊടുക്കേണ്ട ഭാഗം. ഇതാണ് നമ്മൾ മെഷീൻ്റെ ഔട്ട്ലെറ്റിലേക്ക് കൊടുക്കേണ്ട ഭാഗം. ഈ ഭാഗം എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് വെക്കുക, ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ക്ലിക്ക് എന്ന് പറഞ്ഞാൽ അതിന് വിളിക്കും, എന്നിട്ട് ത്രെഡ് ചെയ്യാം. ഇത് റോങ് ത്രെഡ് ആവാൻ വഴിയില്ല. ഇത് റോങ് ത്രെഡ് ആവില്ല. ഇത് വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളെ ഗണ്ണ്. ഇതിവിടെ ചൈൽഡ് ലോക്ക് ഉണ്ടാവും. ഈ ചൈൽഡ് ലോക്ക് മാറ്റി കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് വെക്കുക, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. ഓക്കെ, പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോക്കായി. ഇത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക, എടുക്കുക. അത്രയുള്ളൂ. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഇത്രയും ആക്സസറീസും ഇത്രയും ഫീച്ചേഴ്സും ഉള്ള ഈ മെഷീൻ്റെ ലൈവായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നമുക്കൊന്ന് നോക്കിയാലോ? തീർച്ചയായിട്ടും നോക്കാം. ഇത് സ്റ്റോപ്പറുള്ള ക്യുക്ക് കണക്ടറാണ്. ഇത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം ഇതിൻ്റെ മൂടി അഴിക്കുക. മൂടി അഴിച്ചിട്ട് ഓപ്പോസിറ്റ് റിവേഴ്സ് സൈഡിലിടുക. ഈ ടീത്ത് കംപ്ലീറ്റ് പുറത്താകുന്ന രീതിയിലേക്ക് ഹോസ് കറക്റ്റ് ചെയ്യുക, ത്രെഡ് ചെയ്യാം. ഇത് ഫുൾ ടൈറ്റായി കഴിഞ്ഞാൽ ഇതവിടെ പിടിച്ചെന്നുള്ളൂ, പിന്നെ അത് പോരില്ല. മെഷീനിലേക്ക് എങ്ങനെയാണ് വെള്ളം കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് കാണിച്ചു തരാം. ഇത് ക്യുക്ക് കണക്ടറാണ്. ഇത് സ്റ്റോപ്പറുള്ള ക്യുക്ക് കണക്ടറാണ്. ഇത് ആൾറെഡി നമ്മൾ ടാപ്പ് തുറന്നിട്ടുകയാണ്.
ഇല്ല. ജസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ മെഷീനിൽ ഫിറ്റ് ചെയ്ത ഫിൽറ്ററിലേക്ക് ജസ്റ്റ് വെക്കുക, ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ അത് ക്ലിക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ ലോക്കാവും. എടുക്കുന്ന സമയത്ത് റിമൂവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് കീപ്പോട്ട് വലിച്ചാൽ മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മൾ മെഷീനിലേക്ക് വെള്ളം കൊടുത്തു കഴിഞ്ഞു, ഗണ്ണ് ഹോസ് കൊടുത്തു കഴിഞ്ഞു, ഗണ്ണിലേക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് ഇതാണ് എക്സ്റ്റൻഷൻ ലാൻസ് ആണ്. അതായത് നമ്മൾ ഗണ്ണ് ഫിറ്റ് ചെയ്യാനുള്ളതാണ്. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് പ്രസ് ചെയ്യുക, ലെഫ്റ്റിലേക്ക് തിരിച്ച് കഴിഞ്ഞാൽ ലോക്കായി. അതേപോലെ പ്രസ് ചെയ്തിട്ട് റൈറ്റിലേക്ക് തിരിച്ച് കഴിഞ്ഞാൽ അൺലോക്കായി. ഓക്കെ, ഈ ബട്ടൺ ഉള്ളത് കൊണ്ട് ഇതൊന്ന് ലോക്ക് ചെയ്യേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ 160 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എങ്ങോട്ട് വേണമെങ്കിലും. ഇതിന് ശേഷമാണ് നമ്മളെ നോസിൽ ഫിറ്റ് ചെയ്യേണ്ടത്. ഈ നോസിൽ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഈ അഡാപ്റ്ററിൻ്റെ ജസ്റ്റ് ഈ ഭാഗം ഒന്ന് കീഴ്പോട്ട് ഇതേമാതിരി താഴത്തോട്ട് വലിക്കുക, നോസിൽ വെക്കുക, പ്രസ് ചെയ്യുക, വിട്ട് കഴിഞ്ഞാൽ അത് ലോക്കായി. ഇത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേപോലെ താഴത്തേക്ക് വലിക്കുക, എടുക്കുക. ഇത് ഈ ഹൂഗറിൽ മാത്രമാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങുന്നതിൽ ഈ ഇത്തരം നോസലുകൾ വരുന്നുള്ളൂ. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇത് 160 ഡിഗ്രിയിൽ നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇതും അതേപോലെ ജസ്റ്റ് ഈ ഭാഗം ഒന്ന് കീഴ്പോട്ട് അമർത്തുക, ശേഷം വെക്കുക, ലോക്ക് ചെയ്യുക. ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണം 160 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ഈ മെഷീനിൽ 3 നോസിലാണ് ഉണ്ടാവുക. ഓക്കെ, ഒന്ന് 0 ഡിഗ്രി, 25 ഡിഗ്രി, 40 ഡിഗ്രി. ആദ്യം നമുക്ക് 0 ഡിഗ്രി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾ ആൾറെഡി 0 കണ്ടു കഴിഞ്ഞു. ഇനി 25 ഡിഗ്രിയിലാണ്. അതും ഇതേപോലെ തന്നെ ജസ്റ്റ് വെക്കുക, പ്രസ് ചെയ്യുക, ഇനി നിങ്ങൾക്ക് 45 ആണ് കാണേണ്ടത്. അതും അതേപോലെ തന്നെ ഇടുക. ഫോർട്ടി ഡിഗ്രി വൈഡ് ഉള്ളത് കൊണ്ട് തന്നെ ചെറിയ സമയം കൊണ്ട് നിങ്ങൾക്ക് വലിയ ഏരിയ കവർ ചെയ്യാൻ പറ്റും. ഹൂഗറിൽ മാത്രം വരുന്ന ഒരു ആക്സസറീസാണിത്. ഇത് ജസ്റ്റ് വെക്കുക, ലോക്ക് ചെയ്യുക. വണ്ടിൻ്റെ അണ്ടർ ബോഡി അടിക്കാൻ ജസ്റ്റ് മേലേക്ക് പ്രസ് ചെയ്യുക. അതേപോലെ ടോപ്പ് അടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഹൂഗറിൽ മാത്രമുള്ള ഈ ആക്സസറീസിനുള്ള ഒരു അഡീഷണൽ ഫീച്ചേഴ്സാണിത്. ഇത് വണ്ടിയുടെ അണ്ടർ ബോഡി അടിക്കുന്ന സമയത്ത് ഇത് 160 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 90 ഡിഗ്രിയിലേക്ക് നോസിൽ തിരിച്ചു വെക്കുക. ഇവിടെയുള്ള ലോക്ക് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിവിടെ 160 ഡിഗ്രിയിൽ നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യാം. പ്രഷർ വരുന്ന സമയത്ത് മാത്രമേ ഈ ഭാഗം റൊട്ടേറ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. നിങ്ങൾക്ക് ജസ്റ്റ് വീഡിയോ നോക്കുക. ഷാമ്പു നമ്മൾ നോസിൽ ഫിറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഫിറ്റ് ചെയ്യേണ്ടത്. ജസ്റ്റ് വെക്കുക, പ്രസ് ചെയ്യുക. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇൻലെറ്റിലേക്ക് വെള്ളം കൊടുക്കുമ്പോൾ നിങ്ങൾ പഴയ ഹോസിനുണ്ടാകുന്ന പായലുകൾ കംപ്ലീറ്റ് അതിലൂടെ ബ്ലോക്കാവും. ഫിൽറ്റർ ബ്ലോക്കായി കഴിഞ്ഞാൽ മെഷീനിലേക്ക് വെള്ളം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കിട്ടില്ല. അപ്പോൾ മെഷീനിൻ്റെ പ്രഷർ പുറത്തേക്ക് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഫിൽറ്റർ റിമൂവ് ചെയ്യുക. ഇതിൻ്റെ ഫിൽറ്റർ പുറത്തേക്ക് എടുക്കാം. ജസ്റ്റ് ഒരു കമ്പോ പെന്നോ എന്തുപയോഗിച്ച് വേണമെങ്കിൽ ഫിൽറ്റർ എടുക്കാം. ഉണ്ടല്ലേ, ഇത് ക്ലീൻ ചെയ്യുക. പഴയ പോലെ വൃത്തിയാക്കിയിട്ട് അതേപോലെ തന്നെ വെക്കുക. ശരിക്കും ഈ പ്രോഡക്റ്റിനെ കാർ വാഷർ എന്ന് മാത്രം പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. ഇതൊരു ഹൈ പ്രഷർ വാഷർ അല്ലേ? അതെ. ഇത് വീടുകളിലേക്ക് അല്ലാണ്ട് ഈ കാർ വാഷിങ്ങിനല്ലാണ്ട് വേറെ എന്തെല്ലാം ആവശ്യത്തിന് ഇത് കൊണ്ടുപോകുന്നു? ഇത് യഥാർത്ഥത്തിൽ ഒരുപാട് പർപ്പസിന് ഈ സാധനം ഉപയോഗിക്കുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഉദാഹരണത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുഡ് ഇൻഡസ്ട്രി, അതേപോലെ ഈ ഐസ്ക്രീം പോലത്തെ ഫാക്ടറികളിൽ ഫ്രൂട്ട്സ് കഴുകാനും പാല് വരുന്ന
അതിൻ്റെ ബാസ്ക്കറ്റുകൾ കഴുകാനും ഇതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് തന്നെ ഫ്ലോർ കഴുകാനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കാർ വാഷിംഗ് സെൻറ്റർ ഉപയോഗിക്കുന്നുണ്ട്, പെയിൻറ്റിങ് കോൺട്രാക്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ പോൾട്രി ഫാം പോലത്തെ പല ടൈപ്പ് ഫാമുകളുണ്ട്, അതിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പശുക്കളെ കുളിപ്പിക്കാൻ വരെ ഈ മെഷീൻ ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഈ ലേബർ ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ പല പർപ്പസിനുമായിട്ടും ഈ മെഷീൻ യഥാർത്ഥത്തിൽ പോകുന്നുണ്ട്. ഇത് ഒരു സെമി പ്രൊഫഷണൽ മെഷീനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീടുകളുടെ മുറ്റം കഴുകാനും മേൽ പറഞ്ഞ നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫാക്ടറികളിലേക്ക് ക്ലീൻ ചെയ്യാനും ചുമരുകൾ ക്ലീൻ ചെയ്യാനും വാട്ടർ പ്രൂഫിങ്ങിന് ടെറസ് ക്ലീൻ ചെയ്യാൻ വേണ്ടി അത്തരം ഉപയോഗങ്ങൾക്കെല്ലാം ഈ മെഷീൻ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതുപോലുള്ള പ്രഷർ വാഷേഴ്സിൻ്റെ വൈഡ് റേഞ്ച് നിക് ചാനൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള മെഷീൻ തിരഞ്ഞെടുക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് നിക് ഇലക്ട്രോണിക്സ് ഷോറൂം സന്ദർശിക്കുക.